എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാക്കിർ ഹുസൈൻ. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ടെലഗ്രാം ID ഹാക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ചാനലുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജനറൽ ചാനലിൻ്റെ ലിങ്ക്, പുതിയ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുവഴി ബാക്കി കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ ആളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ജനറൽ ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ ചേരുവകളും ഞങ്ങൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. മറ്റൊരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, നിലവിൽ നിങ്ങളുള്ള ടെലഗ്രാം ചാനലുകൾ ലെഫ്റ്റ് അടിക്കേണ്ട. ഒന്നുമില്ലെങ്കിൽ ഗ്രൂപ്പുകൾ ആർക്കൈവ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിട്ടാലും മെസ്സേജുകൾ വരാത്ത പക്ഷം അത് ഡൗൺ സൈഡിലേക്ക് പോയി ഹൈഡ് ആയിക്കോളും. നമുക്ക് 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ID റിക്കവർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ കണ്ടിന്യൂ ആവാം. ഏതായിരുന്നാലും നിങ്ങൾ ലെഫ്റ്റ് അടിക്കാതിരിക്കുക. ഓക്കെ. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് US മാർക്കറ്റിലേക്ക് വരണം. US മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് നിഫ്റ്റിയെക്കുറിച്ച് പറയണം. നിഫ്റ്റി വെള്ളിയാഴ്ച 600 പോയിൻ്റാണ്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച 3:30 മണിക്ക് ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെയൊക്കെ നെഗറ്റീവ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ രാത്രിയോടുകൂടി ക്ലോസ് ചെയ്യുന്ന സമയത്ത് 600 പോയിൻ്റ് മൈനസിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവിലാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ എല്ലാം തന്നെ നെഗറ്റീവിലാണ്. എന്നാൽ ബോണ്ട് ഈൽഡ് കുറഞ്ഞിരിക്കുകയാണ്. 4.3% എന്നുണ്ടായിരുന്നത് 4% സസ്റ്റെയിനായി നിൽക്കുകയാണ്. അതൊരു പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ് 110 നിന്ന് 102 സസ്റ്റെയിനായിരിക്കുന്നു. അതും ഒരു പോസിറ്റീവാണ്. ക്രൂഡ് ഓയിൽ $75 എത്തിയിരുന്നതാണ്. 2 ദിവസം കൊണ്ട് 1000 പോയിൻ്റാണ് ഇടിഞ്ഞത്. അത്ഭുതകരമായ തകർച്ച. $65 എത്തിയിരിക്കുന്നു. അതും നമുക്കൊരു പോസിറ്റീവ് ന്യൂസാണ്. അതേപോലെ ഫ്രൈഡേ ഈവനിങ് US-ൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്നിരുന്നു. 4.2 അതും ഒരു പോസിറ്റീവാണ്. മറ്റൊന്ന്, ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടിയിരിക്കുന്നു. 85.53-54 റേഞ്ചിലുണ്ടായിരുന്നത് വെള്ളിയാഴ്ച രാത്രിയോടുകൂടി 85.23 കൂടിയിരിക്കുന്നു. ഏകദേശം ഒരു 27 പൈസയുടെ മൂല്യം കൂടിയിരിക്കുന്നു. അതും ഒരു പോസിറ്റീവാണ്. ഇനി കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിംഗ് തകർത്ത ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രംപിൻ്റെ താരിഫ് തന്നെയാണ്. 180ഓളം രാഷ്ട്രങ്ങൾക്ക് അയാളുടെ താരിഫ് നിർണയം അപകടം ചെയ്തു എന്ന് തന്നെ പറയാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിഫ്റ്റി 600 പോയിൻറ്റിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണം, അതുകൊണ്ട് തന്നെ നാളെ മൺഡേ നമുക്കൊരു ബിഗ് ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിക്കാം. എന്നാൽ ഈ 180 രാഷ്ട്രങ്ങളിലേക്ക് ചുമത്തിയ ഈ തീരുവ, അതായത് ഈ താരിഫ്, വൈകുന്നേരം 3:30 വരെ, വെള്ളിയാഴ്ച 3:30 വരെ ചൈനയുടെ ഭാഗത്തു നിന്ന് യാതൊരു റീപ്ലേയും ഉണ്ടായിരുന്നില്ല. ചൈനയ്ക്ക് 34%, നമ്മുടെ രാജ്യത്തിന് 27 പറഞ്ഞിരുന്നു, പിന്നീട് അത് 26-ലായി. എന്നാൽ ചൈന രാത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. നിങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും ചുങ്കം ചുമത്താൻ അറിയാമെന്ന് പറഞ്ഞ് അവരും 34% അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് ചുങ്കം ചുമത്തിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം അമേരിക്കൻ വിപണി, അതായത് 200 പോയിൻ്റ് ഡൗണിൽ ട്രേഡിംഗ് നടന്നിരുന്ന നാസ്ഡാക്ക് 1000 പോയിൻ്റ് മൈനസിലേക്ക് കൂപ്പുകുത്തി. അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് നിഫ്റ്റിയും കൂപ്പുകുത്തിയത്. ഇത് നമ്മുടെ ഇന്ത്യൻ ട്രേഡർമാരുടെ പോർട്ട്ഫോളിയോ ചുവപ്പിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നതിൽ തർക്കമില്ല. ആൾറെഡി റെഡിൽ തന്നെ ആയിരിക്കാം ഇപ്പോൾ പോർട്ട്ഫോളിയോ. കാരണം കഴിഞ്ഞ മാസം ലാസ്റ്റ് 2 വീക്സ് നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോ ഒരു 23,300 ശേഷം പെട്ടെന്നൊരു ഹൈക്ക് നമ്മൾ കാണാൻ കഴിഞ്ഞു. 23,800 നമ്മുടെ പ്രീവിയസ് വീഡിയോയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 23,800 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,200, 24,250 വരെ കൺഫേം ആയിട്ട് പോകുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 23,800 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തില്ല. അത് ഒരു വശം. ഇപ്പോൾ ചൈന 34%,
ഇൻക്രീസ് ചെയ്തു, 34% ഇൻക്രീസ് ചെയ്തു തിരിച്ച് അമേരിക്കയ്ക്ക്. അതുപോലെ ഇനി മറ്റുള്ള ദിവസങ്ങളിൽ, അതായത് ഇപ്പോൾ ഏറെക്കുറെ ഇത് ട്രംപിൻ്റെ താരിഫ് 150 രാഷ്ട്രങ്ങൾക്ക് ബാധകമായി. അതിനി 9-ാം തീയതിയോട് കൂടിയിട്ട് പ്രാബല്യത്തിൽ വരും. എന്നാൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും വളരെ ശ്രദ്ധിക്കണം, ഓരോ സമയവും. ഇനി ട്രേഡിങ്ങിൻ്റെ ഓരോ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൈന പെട്ടെന്നാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത്, അവർ 34% തിരിച്ച് ചെയ്യും. അതുപോലെ ഇനി നെക്സ്റ്റ് ഏതെങ്കിലും രാഷ്ട്രങ്ങൾ, അതുപോലെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് അതുപോലുള്ള രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ നികുതി അമേരിക്കയ്ക്കും ചുമത്തിയേക്കാം. അപ്പോൾ അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമായി മാറാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാ ബ്രേക്കിംഗ് ന്യൂസുകളും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. മൊത്തത്തിൽ ട്രേഡിംഗ് വാറിന് തിരികൊളുത്തിയിരിക്കുകയാണ് ട്രംപ് എന്ന് പറയേണ്ടി വരും. ഇതിനു മുമ്പ് അമേരിക്കൻ വിപണിയൊക്കെ ഇങ്ങനെ കൂപ്പുകുത്തിയത് നമ്മുടെ കൊറോണ പീരീഡിലാണ്, 2019. മറ്റൊന്ന്, നമ്മുടെ FIers-ൻ്റെ സെല്ലിംഗ് വീണ്ടും അവർ സെല്ലിങ്ങിലേക്ക് കടന്നു എന്നുള്ളതാണ്. ആൾറെഡി അവർ സെല്ലിംഗ് മൂഡിലായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് കൂടെ വന്നതോട് കൂടിയിട്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തന ഫലമായി അവർ കൂടുതൽ ഇപ്പോൾ ശക്തമായ സെല്ലിംഗ് ആണെന്ന് പറയാം. ആദ്യത്തെക്കാളും ശക്തമായ സെല്ലിങ്ങിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ US മാർക്കറ്റ് S&P 17% ഇടിഞ്ഞത്. അതേസമയം അത് ഫെബ്രുവരിയിലെ ആൾ ടൈം ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ആൾ ടൈമിൽ നിന്നാണ് 17% ഇടിഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതുപോലൊരു തകർച്ച 2022 കൊറോണ പീരീഡിലായിരുന്നു സംഭവിച്ചത് S&Pയിൽ. അതേപോലെ നാസ്ഡാക്കിൻ്റെ ആൾ ടൈം ഹൈയിൽ നിന്ന് 20% താഴേക്ക് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് 2001 ഇത്തരത്തിലൊരു, അതായത് 25 വർഷങ്ങൾക്കിടയിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ 2025 നാസ്ഡാക്ക് ഇങ്ങനെ ഇടിയുന്നത്. ഇതിനു മുമ്പ് ഇടിഞ്ഞത് കൊറോണ പീരീഡിൽ 2020 അതിനു മുമ്പ് ഇതേപോലെ 2021 .com ബബിൾസ് ബ്രസ്റ്റിൻ്റെ ഫലമായിട്ട് അന്നും ഇതുപോലെ 20% നാസ്ഡാക്ക് ഇടിഞ്ഞിരുന്നു. മറ്റൊന്ന്, US വിക്സ് 50% ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇപ്പോൾ 47% സസ്റ്റെയിൻ ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തകർച്ചകളാണ്. അതേപോലെ തന്നെ നമ്മുടെ സെൻസെക്സ് 2050 പോയിൻ്റ്, അതായത് 2.64% ഇടിഞ്ഞ് 75,364 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 2.61% ഇടിഞ്ഞ് 22,904 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ 23,950 എന്നുള്ളൊരു മേജർ സപ്പോർട്ട് സോണായിരുന്നു. ആ മേജർ സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് 2,904 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കൂടെ വരുമ്പോൾ ഇനി നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിക്ക് 22,300 എന്നുള്ളൊരു റേഞ്ചാണ്. 22,300 എന്നുള്ള റേഞ്ചിനെയും മറികടന്നാൽ പിന്നെ ഉള്ളത് 21,900, 21,950, 22,000 ആ ഒരു റേഞ്ചിലാണ് പിന്നെ മറ്റൊരു സപ്പോർട്ട് ഉള്ളത്. അതിനും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇലക്ഷൻ ടൈമിലൊന്ന് 21,300 ആ റേഞ്ചിലാണ്. നമുക്കത് ചാർട്ടിൽ പരിശോധിക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ ആശ്വാസം എന്ന് പറയുന്നത് ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, അതിൽ സ്മാൾ ക്യാപ്പാണ് കുറച്ച് ചെറുതായിട്ട് ഇടിഞ്ഞു. 1.5% ഇടിഞ്ഞിട്ടുള്ളൂ. അതേപോലെ മിഡ് ക്യാപ്പ് 1.7% ഇടിഞ്ഞിട്ടുണ്ട്. ലാർജ് ക്യാപ്പാണ് കുറച്ച് കൂടുതൽ, 2.5% കഴിഞ്ഞ വീക്കിൽ ഇടിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ബാധിച്ചത് IT സെക്ടറുകൾക്കാണ്. സെക്ടർ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഈ തകർച്ച നേരിട്ടിരിക്കുന്ന IT സെക്ടർ ഏകദേശം 10% ഇടിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നാസ്ഡാക്കിൻ്റെ ആ ഒരു 20% ഇടിവ് തന്നെയാണ്. നാസ്ഡാക്ക് ഇടിഞ്ഞപ്പോൾ IT സെക്ടറുകൾ എല്ലാം, ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ നമ്മുടെ പഴയ ടെലിഗ്രാം ചാനൽ, ജനറൽ ചാനലിൽ ഈ IT സെക്ടറിൻ്റെ കാര്യം വിശദമായിട്ട് എഴുതി വിട്ടിരുന്നു. മാർക്കറ്റിലെ ഓരോ തകർച്ചയും നമ്മൾ പോസിറ്റീവാക്കി എടുക്കണം.
പ്രയോജനപ്പെടുത്തണം. ഇപ്പോൾ കണ്ടിന്യൂ ആയി ഓരോ സ്റ്റോക്കുകളും താഴത്തേക്ക് ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയില്ല. ഇതിനൊരു അവസാനമുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞ രൂപത്തിൽ നിഫ്റ്റി ഒരു 21,300 വരെയൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചുള്ളൂ. അതിന് താഴെ അത് വലിയ ഒരു ഇടിവൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെയൊക്കെ താഴെ വരികയാണെങ്കിൽ അപ്പോൾ അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ പോവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ 21,300 വരെ പ്രതീക്ഷിക്കാം. ആ സമയത്ത് സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു ബയ്യിങ് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലെല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടോ അതിന് എല്ലാം ഒരു സ്റ്റോക്കിൽ, അതായത് കുറച്ച് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയ വാല്യുബിളായ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 1 ലക്ഷം രൂപയാണെങ്കിൽ ഒരു 5 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ 5 ലക്ഷം രൂപയാണെങ്കിലും നിങ്ങൾ ഡിവൈഡായിട്ട് 5-10 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായും ഇനി വരുന്ന, അതായത് ഇതെല്ലാം റിക്കവർ ചെയ്ത് വരുമ്പോൾ വീണ്ടും ഒരു ആൾ ടൈം ഹൈയിലേക്കായിരിക്കും സ്റ്റോക്കുകളെല്ലാം തന്നെ എത്തി നിൽക്കുക. നിഫ്റ്റിയും അതങ്ങനെയാണല്ലോ, താഴത്തേക്ക് പോയി വരുംതോറും ഹൈയിലേക്ക് വരും. താഴെ നിന്നും തിരിച്ച് റിക്കവർ ചെയ്ത് വരുന്ന സമയത്ത് കണ്ടിന്യൂ ബയ്യിങ് പ്രഷർ വരുമ്പോൾ തീർച്ചയായും ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ആൾ ടൈം ഹൈയിലേക്ക് വീണ്ടും തിരിച്ചെത്തും എന്ന് പറഞ്ഞ് നിങ്ങൾ ഫണ്ടമെൻ്റൽ സ്ട്രോങ് അല്ലാത്തതോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വാല്യൂബിൾ അല്ലാത്ത സ്റ്റോക്കുണ്ട് പക്ഷേ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സ്റ്റോക്കുകളിൽ പോയി ബൈ ചെയ്യരുത്. നല്ലവണ്ണം സ്റ്റോക്കിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നല്ല അവസരങ്ങളാണ്, പ്രയോജനപ്പെടുത്തണം. ഓക്കെ, ഇനി സെക്ടർ ബേസിൽ മെറ്റലാണ്. മെറ്റൽ 7.5% തകർച്ച. ഓയിൽ ആൻഡ് ഗ്യാസ് 4% തകർന്നു. അതേപോലെ റിയാലിറ്റി ആൻഡ് ഓട്ടോ സെക്ടർ 3%. മറ്റൊന്ന് FISൻ്റെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവരുടെ സെല്ലിംഗ് ആണ്. 13,730 കോടി രൂപയുടെ സെല്ലിംഗാണ് അവർ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച. DIS ആണെങ്കിൽ 5,632 കോടിയുടെ ബയ്യിങ്ങാണ് നടത്തിയിരിക്കുന്നത്. ഇനി വരുന്ന ആഴ്ച, നാളെ മുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ഇവൻസുകൾ, ന്യൂസുകൾ ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒന്നുമില്ല. പിന്നെ ബുധനാഴ്ചയാണ് ഏപ്രിൽ 9 രാവിലെ 10 മണിക്ക് ഇന്ത്യയുടെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. നിലവിൽ 6.25 ഫോർകാസ്റ്റ് ചെയ്യുന്നത് 6% അന്ന് തന്നെ രാവിലെ 11:30 USA FOMC മിനിറ്റ്സ് വരുന്നുണ്ട്. പിന്നീട് വ്യാഴാഴ്ച നമുക്ക് ഹോളിഡേ ആണ്. വ്യാഴാഴ്ച ഏപ്രിൽ 10 വൈകുന്നേരം 6 മണിക്ക് USA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ടു ഇയർ 2.8% നിലവിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. 2.5%. അന്ന് തന്നെ കോർ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 3.1% ഫോർകാസ്റ്റ് ചെയ്യുന്നത്. 3%. പിന്നെ വെള്ളിയാഴ്ചയാണ് ഏപ്രിൽ 11 വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നിലവിൽ 3.61 ഫോർകാസ്റ്റ് 3.9%. അന്ന് തന്നെ ഇന്ത്യയുടെ IIP ഡാറ്റ വരുന്നുണ്ട്. 5% നിലവിൽ, ഫോർകാസ്റ്റ് 3.1%. വൈകുന്നേരം 6 മണിക്ക് USA PPI ഡാറ്റ വരുന്നുണ്ട്. ഈവനിങ് 7:30 USA കൺസ്യൂമർ സെൻറ്റിമെൻ്റൽ ഡാറ്റയും വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബുധനാഴ്ച വരുന്ന ഇന്ത്യയുടെ RBI പോളിസിയാണ്. അതേപോലെ USA ഇൻഫ്ലേഷൻ ഡാറ്റ, വെള്ളിയാഴ്ച വരുന്ന USA PPI ഇൻഫ്ലേഷൻ ഡാറ്റ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈനിന് മുകളിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 23,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 23,800 ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 24,200 24,250 ആ ഒരു റേഞ്ചിൽ പോകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും 23,800 എന്നുള്ള ആ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്തിട്ടില്ല. 23,668 ആൾ ടൈം ഹൈ ക്ലോസ് ചെയ്തിരിക്കുന്ന ആൾ ടൈം ഹൈ. എന്നാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 23,869. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,668. അതുകൊണ്ട് തന്നെ 23,800 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തില്ല.
അതിന് താഴെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, 23,000 എന്നുള്ള ഒരു സപ്പോർട്ട് സോണ് നമ്മൾ, ഒരു മേജർ സപ്പോർട്ട് സോൺ 23,000 22,950 എന്നുള്ളൊരു മേജർ സപ്പോർട്ട് സോണാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിനും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാളത്തെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കൂടെ ആകുമ്പോൾ ഇപ്പോൾ 700-600 പോയിൻറ്റോളം നിഫ്റ്റി നെഗറ്റീവിലാണ്. ഇനി അത്ര തന്നെ 600 പോയിൻ്റ് നെഗറ്റീവിൽ ഓപ്പൺ ചെയ്യില്ലെങ്കിലും ഒരു 22,500-550 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് 22,900 നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് 22,500-600 ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 22,300 ആ റേഞ്ചാണ് ഉള്ളത്. 22,300 അതും ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ പ്രീവിയസ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 21,950 22,000 ആ റേഞ്ചിൽ സപ്പോർട്ടുള്ളത്. പിന്നെ അവിടെ നിന്നും ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിലാണ് ആകെ പ്രയാസം. നമുക്ക് എലക്ഷൻ സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 21,900 21,300 21,250 ആ റേഞ്ചിലേക്ക് വരും. അതേസമയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നിലവിൽ, അതായത് 22,904 ക്ലോസ് ചെയ്തിരിക്കുന്നു. നമുക്ക് 23,450 23,500 ആ റേഞ്ചിലാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ഉള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,450. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസ് എന്ന് പറയുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 1000 പോയിൻറ്റോളം ഇടിഞ്ഞപ്പോഴും ബാങ്ക് നിഫ്റ്റി അവിടെ സസ്റ്റെയിൻ ചെയ്തു നിന്നു എന്നുള്ളതാണ്. ഒരു ഇത്രയും ദിവസം ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 50,700 എന്നുള്ള ഒരു റേഞ്ചാണ്. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 52,058 നിലവിൽ 51,500 നിൽക്കുന്നുണ്ട്. അപ്പോൾ 51,500 52,000 ആ റേഞ്ചിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. ഇനി ബുധനാഴ്ച വരുന്ന RBI പോളിസി കൂടെ നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു. ഏതായിരുന്നാലും നെക്സ്റ്റ് സപ്പോർട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് താഴെ വീഴുകയാണെങ്കിൽ 51,500 എന്നുള്ളതിൽ നിന്ന് 50,700 ഫസ്റ്റ് സപ്പോർട്ടായിട്ടുള്ളത്. റെസിസ്റ്റൻസ് 52,050. ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നും താഴെ വീഴുകയാണ്. ഇപ്പോൾ നാളെ എന്തായാലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരിക്കുമല്ലോ. അപ്പോൾ 49,950 50,000 ആ റേഞ്ചിലാണ് നെക്സ്റ്റ് സപ്പോർട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ. നമ്മൾ എല്ലാ ദിവസവും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പറയുന്ന ചാർട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഇന്ന് പറയുന്നില്ല. കാരണം നാളെ ഒരു ബിഗ് ഗ്യാപ് ഡൗൺ ആണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് വർക്കാവില്ല. അതേസമയം വെള്ളിയാഴ്ച നമ്മൾ വാച്ച് ചെയ്യാൻ പറഞ്ഞ സപ്പോർട്ടിലെ റെസിസ്റ്റൻസ് ലെവലുകളിൽ നിഫ്റ്റി 23,130 എന്നുള്ള സെക്കൻഡ് സപ്പോർട്ട് ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായില്ല. കറക്റ്റാണ്, ഇടയിലാണ്, സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. എന്നാൽ സെൻസെക്സും നിഫ്റ്റിയും ഒരേപോലെ ആയതുകൊണ്ട് സെൻസെക്സും ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ടാവും. ഓക്കെ, സെക്കൻഡ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളത്തേക്കുള്ള ചാർട്ട് 15 മിനിറ്റ്സ് ചാർട്ട് ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറയുന്നില്ല. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.